കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവികളുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായി നിരവധി UDF ടിക്കറ്റിൽ മത്സരിച്ച ആളുകൾ വിജയിച്ചു പോയി എന്നുള്ളതുമൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ എലത്തൂരിൽ മത്സരിച്ചിട്ടുള്ള ദിവ്യ ബാലകൃഷ്ണൻ, അവരൊരിക്കലും AK ശശീന്ദ്രനോട് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവിടെ നിന്ന് ജയിക്കും എന്ന് വിചാരിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ജയിക്കുമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരവിടെ നിന്ന് ജയിച്ചു പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തെഹ്ലിയെ ജയിക്കും എന്നുള്ളത് മുസ്ലിം ലീഗ് തന്നെ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഒരു അത്ഭുതകരമായ രീതിയിൽ ഫാത്തിമ തെഹ്ലിയെ അവിടെ നിന്ന് ജയിക്കാനുണ്ടായിട്ടുള്ളത് TP രാമകൃഷ്ണൻ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചെടുത്ത് അവിടെ തോറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഒരു തരംഗം, UDF തരംഗം ഉണ്ടായിട്ടും പക്ഷേ ജയിക്കാതിരുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. അവിടെ ബേപ്പൂരിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് UDFകാരെങ്കിലും വിചാരിച്ചിരുന്ന PV അൻവർ വളരെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും അവിടെ 13ഓളം മണ്ഡലങ്ങളിൽ, കോഴിക്കോടുള്ളതിൽ ഒരേ ഒരു മണ്ഡലത്തിൽ ബേപ്പൂരിൽ മാത്രം മുഹമ്മദ് റിയാസ് ജയിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പല പ്രത്യേകതകളുമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ പക്ഷേ നിരവധി ആളുകൾ, UDFൻ്റെ ഭാഗമായി മത്സരിച്ചിട്ടുള്ള നിരവധി ആളുകൾ അഭൂതപൂർവമായിട്ടുള്ള ജയങ്ങൾ സമ്മാനിച്ചു. അതിൽ മന്ത്രിയാകുമെന്ന് വിചാരിച്ചവരൊക്കെ തന്നെ മന്ത്രിയായി. പക്ഷെ അങ്ങനെ മന്ത്രിയാകാൻ കഴിയാതെ പോയിട്ടുള്ള ഒരാളാണ് TN പ്രതാപൻ എന്ന് പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിന് മറ്റു പല മണ്ഡലങ്ങൾ, കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ടായിട്ടും അദ്ദേഹം ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ച് തിരഞ്ഞെടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് മണലൂരാണ്. ആ മണലൂരിൽ അങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് OJ ജനീഷൊക്കെ പോലും അവിടെ ജയിച്ചു. പക്ഷെ മണലൂരിൽ അത്ഭുതകരമായി TN പ്രതാപൻ അവിടെ തോറ്റു. യഥാർത്ഥത്തിൽ മണലൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് LDF ജയിക്കുന്ന മണ്ഡലമാണ്. പക്ഷെ എങ്കിൽ പോലും TN പ്രതാപൻ നിൽക്കുമ്പോൾ അദ്ദേഹം ജയിക്കുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം TN പ്രതാപൻ ഇതേവരെ മത്സരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴാണ് UDF തരംഗം ആഞ്ഞടിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, കേവലം 126 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ആ കേവലം 126 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കേസ് കൂടി കൊടുത്തേക്കാണ് അവിടുത്തെ KPCC സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാർ എന്ന് പറയുന്നയാൾ. അദ്ദേഹം ആ കേസ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് C രവീന്ദ്രനാഥാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹം പ്രൊഫസറായിരുന്നു, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹം കരിമണൽ കർത്തയുടെ ബന്ധു ആയതുകൊണ്ടാണ് എന്നാണ് ശ്രീകുമാർ ആരോപിക്കുന്നത്. ഈ കരിമണൽ കർത്തയുടെ ബന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെറിയ ബന്ധമല്ല. ഈ C രവീന്ദ്രനാഥിൻ്റെ മൂത്ത പെങ്ങളെയാണ് കരിമണൽ കർത്ത കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും, അപ്പോൾ കരിമണൽ കർത്തയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ C രവീന്ദ്രനാഥിൻ്റെ പെങ്ങളാണെന്നും മൂത്ത എൽഡർ സിസ്റ്റർ ആണെന്നും, ആ എൽഡർ സിസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഈ C രവീന്ദ്രനാഥിന് അവിടെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയത്. കാരണം അതിനു മുമ്പ് അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിച്ച് 1 ലക്ഷത്തിൽ ചില്ലാനും വോട്ടിന് ബെന്നി ബെഹനാനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പരാജയപ്പെട്ട ആർക്കും തന്നെ സീറ്റ് കിട്ടിയിട്ടില്ലെന്നും, പക്ഷേ ഈ ബന്ധം കൊണ്ടാണ് പിണറായിയും അതുപോലെ CPM ഒക്കെ അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ തയ്യാറായതെന്നാണ് ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത്. അതെന്തായാലും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം നേരത്തെയും MLA ആയി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളാണ്. അപ്പം അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ ചാലക്കുടി, ഈ പറയുന്ന മണലൂരിൽ ഈ C രവീന്ദ്രനാഥ് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ തന്നെ വലിയ തോതിൽ കരിമണൽ കർത്ത പണമിറക്കുകയും അദ്ദേഹത്തെ ജയിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടി ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ നടക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് KPCC സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത്. ഈ ശ്രീകുമാർ TN പ്രതാപൻ്റെയൊക്കെ വളരെ അടുത്ത ആളാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ അത് ഈ ശ്രീകുമാർ പറയുന്നത്, ഞാൻ അദ്ദേഹവുമായിട്ട് ദീർഘനേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ SNDP യോഗത്തിൻ്റെയൊക്കെ തന്നെ ശാഖകളിൽ, അതിൽ നാട്ടിക, അതുപോലെ തന്നെ ഗുരുവായൂർ, കുന്നംകുളം, ഇങ്ങനെയുള്ള നിരവധി, പെരിങ്ങോട്ടുകര, ഈ ശാഖകളിൽ പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ യൂണിയനിൽ പെടുന്ന ആളുകളാണ് ഈ മണലൂരിൽ നിന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിയനുകളിലൊക്കെ തന്നെ ഓരോ ശാഖകൾക്കും 5000 രൂപ വീതം കൊടുക്കാം, ഓരോ യൂണിറ്റിനും 5000 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ കരിമണൽ കർത്തയുടെ പണമിറക്കി എന്നുള്ളതാണ്.
യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വരുന്ന ഈഴ വോട്ടുകളൊക്കെ തന്നെ കൂടുതൽ പിടിക്കാൻ സാധ്യത ഉണ്ടായത് അവിടെ കെ അനീഷ് എന്ന് പറയുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ വോട്ട് കിട്ടിയില്ല, അതിനേക്കാൾ വളരെ കുറവ് വോട്ടുകളാണ് കിട്ടിയത് എന്നുള്ളതാണ് ശ്രീകുമാറിന്റെ ആരോപണം. അതിൽ ശ്രീകുമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാവറട്ടി പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. അതായത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തന്നെ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ പോലും UDF 1-ാം സ്ഥാനത്തേക്ക് വന്ന ഒരു പഞ്ചായത്താണത്. അതിന് ഇത്തവണയും വ്യത്യാസമൊന്നുമില്ല, അവിടെ UDF തന്നെ 1-ാം സ്ഥാനത്ത് വന്നിരുന്നു. പക്ഷേ സാധാരണ 2-ാം സ്ഥാനത്ത് അവിടെ വരുന്നത് BJP ആണ്, 3-ാം സ്ഥാനത്തേക്ക് LDF പോകുന്നതാണ്. പക്ഷേ പാവറട്ടി പഞ്ചായത്തിൽ UDF ആണ് ഇത്തവണ ആദ്യം വന്നത്, പക്ഷെ രണ്ടാമത് വന്നത് അത്ഭുതകരമായി LDF ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് BJPയുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നില്ല. പകരം ഈ പറയുന്ന ഈഴവ വോട്ട് ബാങ്കുകളെയൊക്കെ അടക്കം വാങ്ങിക്കാനുള്ള പണം യഥാർത്ഥത്തിൽ കരിമണൽ കറുത്ത ഇറക്കിയത് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ SDPI പോലുള്ള സംഘടനക്ക് അവിടെ എത്ത് വന്നാലും 2000-ലധികം വോട്ടുണ്ടെന്നും ആ 2000-ലധികം വോട്ടുകളിൽ ഏതാണ്ട് 1031 വോട്ടുകൾ മാത്രമേ ഇത്തവണ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കരിമണൽ കറുത്തയുടെ വലിയ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് അവർക്ക് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത് എന്നും അതുകൊണ്ട് തന്നെ കരിമണൽ കറുത്തയെ അവിടെ ഇറക്കിയിട്ടുള്ള ചെലവഴിച്ചിട്ടുള്ള പണത്തെക്കുറിച്ച് വലിയ അന്വേഷണം വേണമെന്നും അത് ഇപ്പോൾ കരിമണൽ കറുത്തക്കെതിരെ നടക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു സൈഡായി ഈ അന്വേഷണം കൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീകുമാർ പരാതിയുമായി പോയേക്കാണ്. ഇനി അന്വേഷണം നടക്കുമോ ഇല്ലെന്നൊന്നും അറിയില്ല, നടക്കാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ഒരു കള്ളപ്പണം നടത്തണം എന്നുണ്ടെങ്കിൽ, കള്ളപ്പണത്തിൻ്റെ ഡീലിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു FIR ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ കേസെടുക്കണം. കേസെടുക്കാതെയും അന്വേഷിക്കാമെന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഇതിനകത്തുണ്ട്. പക്ഷെ അതിൽ ശ്രീകുമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു ന്യായമെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി കരിമണൽ കറുത്ത കോടികളുടെ കള്ളപ്പണം, അതായത് 100-182 കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നും ആ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ എടുത്ത് ഈ രവീന്ദ്രനാഥിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെന്നും അങ്ങനെയാണ് അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട TN പ്രതാപൻ പരാജയപ്പെട്ടത് എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുകയോ അല്ലെങ്കിൽ TN പ്രതാപനെ വിജയമായി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യാൻ പോകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ OJ ജനേഷ് ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ആദ്യം മന്ത്രിസഭയിൽ എത്തേണ്ട ഒരാളാണ് എന്നുള്ളത് കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹത്തിന് വലിയ സങ്കടമൊന്നും ഉണ്ടായില്ല. സങ്കടം ഉണ്ടാവാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ പോലും ഇത്രയൊക്കെ കിട്ടാനുള്ളൂ എന്നറിയാം. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ എന്തായാലും മത്സരിച്ച് ജയിക്കുമെന്നും അപ്പോൾ UDF അധികാരത്തിൽ വരുമെന്നും അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിജയം ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ തന്നെ 1-2 തവണ ഞങ്ങൾ സംസാരിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കരിമണൽ കറുത്തയുടെ പണം കൊണ്ടല്ല അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെടാനുള്ള കാരണം കഴിഞ്ഞ 5 കൊല്ലമായി അദ്ദേഹത്തിനെതിരെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന സൈബർ അറ്റാക്കുകളും ആക്രമണങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടലുകളുടെയൊക്കെ വ്യാപകമായിട്ടുള്ള പ്രചാരണവുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അദ്ദേഹം ഒരു കപടനാട്യക്കാരാണെന്നും അദ്ദേഹം വലിയ സമ്പത്തുള്ള ഒരാളാണെന്നും അദ്ദേഹം പക്ഷേ പാവപ്പെട്ടവരായി അഭിനയിക്കുന്നതാണെന്നും കൂടാതെ അദ്ദേഹം ആളുകളോടൊക്കെ വലിയ കപടതയുടെ പറഞ്ഞ പോലെ ആൾരൂപമാണ് എന്നുമൊക്കെയുള്ള വൻ പ്രചരണമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നോക്കിയിട്ടുള്ള സ്ട്രാറ്റജിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെയുള്ള ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നോക്കിയത്. ആ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ കേരളം മുഴുവൻ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണത്തെ തടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു നാട്യക്കാരനാണെന്നും കപടമാണെന്നും എന്നൊക്കെ ഉള്ള ഒരു ധാരണ ജനങ്ങളിലേക്ക് പടർന്നിരുന്നതുകൊണ്ട് അദ്ദേഹം ഇനി എത്ര വിനയം അഭിയാക്കത്തോടുകൂടി ആളുകളോട് സംസാരിച്ചാലും ഇടപെട്ടാലും ഒക്കെ തന്നെ ഇതും ഒരു നാട്യത്തിൻ്റെ ഭാഗമാണെന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു ഓൾ കേരള കൊടുത്തിട്ടുള്ള ഒരു നരേറ്റീവിനെ തോൽപ്പിക്കാൻ വേണ്ടി
വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് കൂടി വലിയ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി അദ്ദേഹം എന്നോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കുകയും എന്നോട് ചില നിർദ്ദേശങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ മറ്റു ചില തിരക്കുകൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ ടി.എൻ. പ്രതാപൻ, താങ്കൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകൾ ജയിക്കണമെങ്കിൽ ഈ ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഇത്തരം നെഗറ്റീവുകൾക്ക് താങ്കൾക്ക് മറുപടി പറയാനോ അതിന് ബദലായിട്ടുള്ളൊരു പ്രചരണ തന്ത്രം ആവിഷ്കരിക്കാനോ കഴിയണം. അതുകൊണ്ട് ഈ കരിമണൽ കർത്തയുടെ പണം കൊണ്ടല്ല 126 വോട്ടിന് താങ്കൾ തോറ്റുപോയത് എന്നുള്ളതാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി താങ്കളോട് പറയാനുള്ളത്. ഇത് ടി.എൻ. പ്രതാപനും അതുപോലെ മറ്റ് ചില തോറ്റിട്ടുള്ള കാൻഡിഡേറ്റുമൊക്കെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം എന്ന് കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓപ്പണായി പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും കൂടി അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.